മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള മോഡൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ഊരാളുങ്കലാണ്. ഊരാളുങ്കലിന്റെ CEO നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു സ്വപ്ന പദ്ധതി എന്നതിനപ്പുറം ഈ നാട് കാത്തിരിക്കുന്ന വലിയൊരു പദ്ധതി കൂടിയാണ്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്നത്? ഇതേതാണ്ട് നമുക്കിപ്പം തന്നേക്കുന്ന മാൻഡേറ്റ് എന്ന് പറയുന്നത് 50 ഹെക്ടറിൽ 430 വീടുകളോളം നിർമ്മിക്കാനും അതിൻ്റെ കൂടെ കമ്മ്യൂണിറ്റി സെൻറ്റർ, പിന്നെ കളിസ്ഥലങ്ങൾ, പാർക്കുകൾ, മാർക്കറ്റുണ്ട്, അംഗനവാടിയുണ്ട്, ഹെൽത്ത് സെൻ്ററുണ്ട്, മെറ്റീരിയൽ കളക്ഷൻ സെൻ്ററുണ്ട്. കാരണം വേസ്റ്റ് വരുന്നത് കളക്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ. പിന്നെ ഈ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള STP സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, കൂടാതെ വഴിവിളക്കുകൾ, ഓടകൾ, പിന്നെ ഡക്റ്റുകൾ, യൂട്ടിലിറ്റിക്ക് സ്പെസിഫിക് ആയിട്ട് ഡക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ തന്നെ കാണാം, അതിൻ്റെ 3D വ്യൂ ആണ്, റിയൽ ഇതിൽ ഉണ്ടാക്കിയ 3D വ്യൂ ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള ചാൻസ്. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു മോഡൽ ടൗൺഷിപ്പ്? മോഡൽ ടൗൺഷിപ്പ് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ഇതിൽ നമുക്ക് മറ്റ് ഇതുവരെ ഉണ്ടായിരുന്ന മറ്റ് കൺസെപ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഓരോന്നും ഓരോ ക്ലസ്റ്ററായിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ആളുകൾക്ക് ആക്സസിനും ബാക്കിയുള്ള ഏരിയ ഇൻട്രാക്ഷനും വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിലും ഓരോ ക്ലസ്റ്ററിനും ഓരോ ഏരിയ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കുക. അതാണല്ലോ ഈ ദുരന്തബാധിതരെന്ന് പറയുമ്പം കൂടുതൽ ഒറ്റപ്പെടലിനെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് മുന്നേറണം എന്നുള്ള ഒരു രീതിയിലാണ് ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്പേസുകൾ നമ്മൾ വീടുകൾക്കിടയിൽ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവേദനം സാധ്യമാകുന്ന രീതിയിലാണ് നമ്മളിത്. സാധാരണഗതിയിൽ ഈ ക്ലസ്റ്റർ എന്നുള്ള സംവിധാനം ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതെ. ഇതൊക്കെ നമ്മൾ ഹൈ എൻഡ് വില്ല പ്രൊജക്റ്റുകളിലൊക്കെ കാണുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഇതിൻ്റെ രൂപകൽപ്പനയാണെങ്കിലും എല്ലാം സസ്റ്റൈനബിളായിട്ട് അധികം മണ്ണിന് ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിലുള്ള ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഭൂഘടന എത്രമാത്രം അനുയോജ്യമാണിത്? വയനാട്ടിൽ ഇങ്ങനൊരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ അനുകൂലമായ ഒരു കാര്യം. ഭൂഘടന മാറ്റേണ്ടതായിട്ട് ഇല്ല ഉണ്ട്. അതിപ്പോൾ ഈ നമ്മൾ ഈ പോർഷനിൽ വരുന്ന കഴിയുമ്പം കുറച്ച് കട്ടിങ് വരും. 1 മീറ്റർ 1.5 മീറ്ററുള്ള സ്റ്റെപ്പായിട്ടായിരിക്കും കാണുന്നത്. അത് അത്രയേ ഉള്ള സ്വഭാവത്തിലാണ്. അല്ലാതെ ഈ ഏരിയ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നിരന്ന പ്രതലമാണ്. 430 വീടുകളാണല്ലോ നിലവിൽ. നമ്മുടെ പ്ലാനിങ്ങിനകത്ത് 410 വന്നേക്കുന്നത്. അത് കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. പക്ഷേ ഇത് ബഫർ വിടണമെന്നുണ്ട്. കാരണം ഫോറസ്റ്റ്, പിന്നെ എക്സിസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ്, ഹൈവേ, ഇതിനെല്ലാം നമ്മൾ ബഫർ വിടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഏരിയ കുറയുന്നതുകൊണ്ടാണ് നമുക്ക് 410 ഇപ്പോൾ വന്നേക്കുന്നത്. എന്നൊക്കെയാണ് നമ്മളൊരു പൂർത്തീകരണത്തിൻ്റെ ഒരു പദ്ധതി മനസ്സിൽ? ഡിസംബറിലേക്ക് തീർക്കാനാണ് നമ്മളുടെ പ്ലാനിങ്. ഡിസംബറിൽ തീർക്കാനാണ്. പിന്നെ ഫിനിഷിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു മാർച്ച് 31 മുമ്പേ. ഒരു വൈകാരികമായിട്ടുള്ളൊരു ഇതും കൂടിയല്ലേ ഈ ഒരു? അത് കാരണം നമുക്ക് അങ്ങനെ ഒരു റിട്ടൺ കൺഫർമേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ എല്ലാ രീതിയിലും ഇതിൻ്റെ കൂടുണ്ട്. ചെയർമാനും നമ്മളോടൊപ്പം ഉണ്ട്. പുള്ളിയുടെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാക്കി ഏത് പ്രോജക്റ്റിൻ്റെയും കൺസേൺസ് തൽക്കാലം മാറ്റി വെച്ചിട്ട് എല്ലാവരും ഇതിൻ്റെ പുറകിന് പോകണം. ഇത് നമ്മൾക്ക് സമയബന്ധിതമായിട്ട് തീർക്കണം എന്നുള്ളതാണ്. തൊഴിലാളികൾ, എത്ര എഞ്ചിനീയേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം എഞ്ചിനീയേഴ്സും 500-ൽ പരം തൊഴിലാളികളെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് സ്പീഡിൻ്റെ അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് എന്ന് പെർമിഷൻ കിട്ടുന്നു അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട്. ഇപ്പം തന്നെ നമ്മൾ മോഡൽ ഹൗസിനുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള അത് വേറെയല്ല, ഇതിലൊരു പ്ലോട്ട് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ആർക്കും മാതൃകയാക്കാവുന്ന ഒരു നിർമ്മാണമായിരിക്കും ഇവിടെ ഉണ്ടാവും അല്ലേ? അതെ. അതാണ് ഈ ഒരു ടൗൺഷിപ്പിന്റെ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വിശദമാക്കിയത്. മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെയും മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങളാണ് ഊരാളുങ്കൽ CEO പങ്കുവച്ചത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.